ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 15 വർഷം ആവാറായി. ഇതുവരെ എന്റെ വാപ്പവും ഉമ്മയും എന്റെ കൂടെ റിലീസിന് തിയേറ്ററിൽ വന്നിട്ടില്ല. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒന്നും ഈ റിസൾട്ട് വരുമ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനുള്ള ഒരു സൗകര്യം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോ അതെ അതിന്റെ സുഖം എന്താണെന്ന് അവരൊന്നും അറിയണ്ടേ. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെ ആയിരുന്നു തലവൻ. അപ്പൊ ഞാൻ ജസ്റ്റിന്റെ കൂടെ ഒരു സിനിമയിൽ സാധാരണ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സമയം ഇതിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്റെ സുഹൃത്തും കൂടി ആയതുകൊണ്ട്. അപ്പൊ എനിക്ക് എവിടേക്കോ ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എങ്ങാനും എനിക്ക് കിട്ടിയാലോ എന്നുള്ളത് കൊണ്ട് അതെ വാപ്പനും ഉമ്മ അവര് തൊടുപുഴയിൽ നിന്ന് വന്നു. ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്റെ കൂടെ ഇരുന്ന് കാണുന്നത്. അതിലെ ആളുകളുടെ റിയാക്ഷനും കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും വന്ന് എന്റെ ചുറ്റും നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ദൂരെ നിന്ന് അഭിമാനത്തോടെ നോക്കുന്ന എന്റെ വാപ്പയെ ഞാൻ ഒളി കണ്ടിട്ട് നോക്കി സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ഈ കാർത്തിക് ഇതുവരെ ചെയ്യാത്ത കുറെ മാനറിസം, ആസിഫ് അലി ഇതുവരെ ചെയ്യാത്ത കുറെ മാനറിസങ്ങൾ കാർത്തിക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിന്തിക്കുമ്പോ താടി ചൊറിയുന്നതായാലും അല്ലെങ്കിൽ ചില വളരെ കാഷ്വൽ ആയിട്ട് ആളുകളിൽ നിന്ന് ട്രൂത്ത് എടുക്കുന്നതായാലും അയാൾ വളരെ സാധാരണയായി ചോദിക്കുന്ന കാര്യത്തില പല പ്രധാനപ്പെട്ട ട്രൂത്തുകളും പുറത്തേക്ക് വരുന്ന ഈ അതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കാനാണോ അതോ ഇതിന് ഒരു പുഷ് കൊടുത്തിട്ടുണ്ടാക്കണം എന്നുള്ള രീതിയിൽ? ഇല്ല, ഉറപ്പായിട്ടും അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ക്യാരക്ടർ ഡീറ്റെയിലിങ്ങിലൊന്നും ഞാനായിട്ട് എഫേർട്ട് എടുത്തിട്ടില്ല. പക്ഷെ ജിസിന്റെ സ്ക്രിപ്റ്റിലും നറേഷനിലും ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഓരോ ഷോട്ടിലും ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. കാർത്തിക് എന്താണ്, കാർത്തിക് എന്നല്ല ഓരോ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ജിസിനുണ്ടായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സിന്റെയും സ്വഭാവ രീതിയും സംസാരിക്കുന്ന രീതിയല്ല. അപ്പൊ അത് ഞങ്ങളെല്ലാവരും ഫോളോ ചെയ്തെന്ന് മാത്രം. പിന്നെ ഞാൻ ഈ സിനിമയുടെ ആദ്യത്തെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു എനിക്ക് പോലീസ് വേഷം ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ ഒരു വലിപ്പമൊക്കെ വെച്ച് ഞാൻ പോലീസുകാരനായാലും എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു കോംപ്ലക്സ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ കുറ്റവും ശിക്ഷയാണ് ആ പേടി എനിക്ക് മാറ്റി തന്നത്. ഇതിലേക്ക് വന്നപ്പോൾ ഒരു ഏറ്റവും വലിയ ടാസ്ക് ബിജു മേനോന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ബിജു മേനോൻ എന്ന് പറഞ്ഞാൽ നെറ്റിപ്പട്ടം കിട്ടിയ ആനയെ പോലെയാണ്. അപ്പൊ അതിന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അവിടെ നിന്ന് കണ്ട് എൻ്റെ അടുത്തേക്ക് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് പക്ഷെ കാർത്തികിന്റെ ക്യാരക്ടറൈസേഷനിലൂടെ എനിക്ക് കിട്ടിയതാണ്. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്കും അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. കാർത്തികിന്റെ ഒരു ചിരി എങ്കിലും അപ്പുറത്തെ ക്യാരക്ടർ വിജയമാന ക്യാരക്ടറിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം നെറേറ്റീവ് മാറുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഈ സിനിമയിൽ ഒരുപാട് മൈക്രോ ഡീറ്റെയിലിംഗ് ഉണ്ട്. നിങ്ങൾ കുത്തിയിരുന്നതിന്റെ ലൂപ്പ് ഹോൾ അടച്ച് നമുക്ക് മനസ്സിലാവും. കുറെ ഏരിയയില് ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് ലാസ്റ്റ് നിങ്ങളൊരു ഡയലോഗ് പറഞ്ഞ അങ്ങനെ കുറെ സാധനങ്ങൾ ഇതില്ല. അപ്പൊ എത്ര ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട് ഇതിനകത്ത് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട്? ഇതില് കുറെ ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് ഈ സിനിമ തുടങ്ങി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് ഈ സിനിമ പോകാം എന്ന് തോന്നി. അതുവരെ ഞാൻ ആസിഫിനോടും വിജയനോടും പറഞ്ഞ കഥയല്ലാതെ മറ്റൊരു സംഗതി തിരിഞ്ഞു വന്നായിരുന്നു സിനിമ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പൊ അന്ന് മുതൽ എനിക്കറിയാം ഞാൻ എടുക്കേണ്ട എഫേർട്ട് കുറച്ച് വലുതാണ്. ഈ പറഞ്ഞ പോലെ രാത്രികളിൽ ഷൂട്ട് കഴിഞ്ഞിട്ടും രാവിലെയൊക്കെ സംഭാഷണം എഴുതുന്ന ജോലി ആയതുകൊണ്ട് ഓഫ്കോഴ്സ് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പറയേണ്ടത് അതിന്റെ റൈറ്റേഴ്സ് ഇട്ട് ഈ പറഞ്ഞ തിരക്കഥ ശരത്തും ആനന്ദുമാണ്. ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള 2 റൈറ്റേഴ്സാണ്. ഭയങ്കരമായിട്ട് അവര് വലിയ ലെവലിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതിൽ ഈ സംഭാഷണം എഴുതുന്ന ജോലിയാണ് എൻ്റെ. പക്ഷെ ഈ സിനിമ തുടങ്ങി 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ട്രാക്ക് ഓപ്പൺ ആയി കിട്ടി. അപ്പോൾ ആ ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എവറി ഡേ എഴുത്തായിരുന്നു. എല്ലാ ദിവസവും എഴുതുന്ന സീനുകൾ തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എല്ലാ പടങ്ങളിലും 6 പടങ്ങളിലും ആ ഫൈനൽ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എഴുതുന്ന ഒരു എഴുത്തുണ്ട്. അതാണ് എനിക്ക് തരുന്ന ഏറ്റവും ആ ഡ്രാഫ്റ്റാണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. പുതിയ ജിസ് ജോയ് ആണെങ്കിൽ പോലും ചില ഏരിയയിലൊക്കെ പഴയ ജിസ് ജോയ് ഉണ്ട് ഡയലോഗ്സിലൊക്കെ. എന്റെ പ്രശ്നം എന്റെ ഉത്തരങ്ങളാണ് സാർ എന്നൊക്കെ പറയുന്ന ചില സിനിമാറ്റിക് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതാ ജിസ് ജോയിനെ ഓർത്തിട്ട് എഴുതിയതാ അല്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇവർ തമ്മിലുള്ള ഒരു പ്രോബ്ലം തുടങ്ങുമ്പോൾ ഒറ്റയടിക്ക് ഒരു ഇഷ്യൂ തുടങ്ങാൻ പറ്റത്തില്ലല്ലോ. ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഇങ്ങനെ ഒരു ഗ്രാജുവലി ഒരു ഗ്രാഫ് ഉണ്ടാവണം. അപ്പൊ അതിൽ പറഞ്ഞത് ഇയാൾ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ അടിച്ച ആളാണ്. 1.5 വർഷം കൊണ്ട് പറയുമ്പോൾ അമ്മാവനാണ് മന്ത്രി. പക്ഷെ അമ്മാവൻ പോലും അറിഞ്ഞിട്ടില്ല ഇയാൾ 1.5 വർഷം കൊണ്ട് 5 ഡ്രാഫ്റ്റ് കിട്ടിയത്. ഞാൻ പറയുന്നത്
അല്ല അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ചോദ്യത്തിൽ നിന്ന് പോയി ചോദ്യം എന്തായിരുന്നു? പഴയ ജിസ്റ്റ് അങ്ങനെ ഓർത്തെഴുതിയതല്ല. പക്ഷെ ജാഫർ ചേട്ടന്റെ ക്യാരക്ടറിനെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം, അത്രയും ടെൻഷനിൽ നിൽക്കുമ്പോ ചിരി ഉണ്ടാക്കാം, അത് എങ്ങനെ വന്ന ഐഡിയ? അത് ഒരു അത് എനിക്ക് എഴുതി വന്നപ്പോഴേ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് കഥ പോകുമ്പോ ഒരു എവിടെയോ ഒരു റിലീഫ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഈ ക്രൂവിലുള്ള എല്ലാവരും എതിരായിരുന്നു. ശരിയല്ലേ? അത് എല്ലാവരും ഫുൾ ടീമുകളിൽ ആ ക്യാരക്ടർ അങ്ങനെ കൊടുക്കരുത്, അവരുടെ ക്യാരക്ടർ വരരുത് എന്നുള്ളതായിരുന്നു. അത് ശരിക്കും എന്റെ പിടിവാശിയായിരുന്നു. അത് വേണം ഈവൻ എഡിറ്റിൽ വന്നപ്പോ പോലും അത് കളയാനൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രീതിയിലും അപ്പൊ എനിക്ക് ഇതിന്റെ അല്ല അങ്ങനെ ആ രീതിയിൽ ഒരുപാട് പേര് കാണുമ്പോഴേ എന്നുവെച്ചാൽ സിനിമ ഇറങ്ങുന്നത് വരെ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കാലിറ്റി ഇത്രയേ ഉള്ളൂ. സിനിമ ഇറങ്ങുന്നവരെ നമുക്കറിയില്ല ഓഡിയൻ എന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത്. ഇത്രയും സീരിയസ് ആയിട്ട് പോകുമ്പോൾ അത് വന്നാൽ അലമ്പാകും, ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ നമ്മൾ വരുമ്പോഴും. പക്ഷെ എന്റെ മനസ്സിലാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരുപക്ഷെ അപ്പുറത്തേക്ക് ഒരു സീക്വൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ മനസ്സിൽ അതുണ്ട്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ആ ക്യാരക്ടറിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് കുറെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിനകത്ത്.